ഹായ് ഫ്രണ്ട്സ്, +1 ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അഥവാ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്നുള്ളത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളിൽ പ്രധാനമായിട്ടും 7 സവിശേഷതകളാണ് എടുത്തു പറയുന്നത്. ഏതൊക്കെയാണത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, റിലീജിയസ് പ്ലൂറലിസം, യൂണിവേഴ്സലിസം, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസം. ഓക്കെ, ഇനി ഇത്രയുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ് എന്നുള്ളത്, അഥവാ മാനവികതയും സഹിഷ്ണുതയും. നിങ്ങൾക്ക് എന്താണ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ സഹിഷ്ണുത, സഹനശക്തി, സഹനശേഷി, ഈ കാര്യങ്ങളാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എടുത്തു പറയുന്നത്. വൈദേശികമായ അതിക്രമങ്ങളും രാഷ്ട്രീയ കലാപങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നുവെങ്കിലും ഇന്ത്യൻ ജനത അവരുടെ അന്തസ്സും പെരുമാറ്റവും എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ മാനവികതയിൽ അല്ലെങ്കിൽ സഹിഷ്ണുതയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. സഹിഷ്ണുതയുടെയും ഔദാര്യത്തിന്റെയും ആദർശങ്ങൾ അവർ എക്കാലവും പുലർത്തിപ്പോന്നു. മഹാത്മാഗാന്ധി ഉയർത്തിയ അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും തത്വങ്ങൾ ലോകത്തെ തന്നെ വിസ്മരിപ്പിച്ചിട്ടുമുണ്ട്. ഓക്കെ, മഹാത്മാഗാന്ധിയെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എടുത്തു പറയുകയാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാനവികത എന്നുള്ളതാണ്, മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തികൾ എന്നുള്ളതാണ്, മനുഷ്യന് ഉപദ്രവങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്, മനുഷ്യന് ദോഷങ്ങൾ വരുത്താത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് മാനവികത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സഹിഷ്ണുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ സഹതാപപരമായിട്ടുള്ള അല്ലെങ്കിൽ സഹകരണപരമായിട്ടുള്ള അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിനെയാണെന്ന് പറയുന്നത് സഹിഷ്ണുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനവികതയും സഹിഷ്ണുതയും ഉൾച്ചേർന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്, ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിൽ എടുത്ത് പറയുന്ന ഈ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിനോടനുബന്ധിച്ച് എഴുതേണ്ടതായിട്ടുള്ള ഈ വേർഡ്സുകൾ എന്ന് പറയുന്നത്. വൈദേശികം എന്ന് പറഞ്ഞാൽ ദേശ സംബന്ധമായിട്ടുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ദേശങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ ദേശങ്ങളെല്ലാം മാനവികതയും സഹിഷ്ണുതയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വൈദേശികമായിട്ടുള്ള അതിക്രമങ്ങളും വ്യത്യസ്തപരമായിട്ടുള്ള ദേശങ്ങളിലുള്ള അതിക്രമങ്ങളും രാഷ്ട്രീയ കലാപങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നുവെങ്കിലും ഇന്ത്യൻ ജനത അവരുടെ അന്തസ്സും പെരുമാറ്റം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുടെ ജനത ഒറ്റക്കെട്ടായിരുന്നു. ഇന്ത്യൻ ജനത സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ എന്താണ് സഹിഷ്ണുതയുടെ മാനവികതയുടെ അതിഥി ദേവോ ഭവ എന്നുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇന്ത്യൻ സംസ്കാരം പുലർത്തി പോന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. സഹിഷ്ണുതയുടെയും ഔദാര്യത്തിന്റെയും ആദർശങ്ങൾ അവർ എക്കാലത്തും പുലർത്തി പോന്നു. മഹാത്മാഗാന്ധി ഉയർത്തിയ അഹിംസയുടെയും സത്യത്തിന്റെയും സത്യാഗ്രഹത്തിന്റെയും തത്വങ്ങൾ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു സവിശേഷതയാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എടുത്ത് പറയുന്നതാണ് ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. പരസ്പര ബന്ധിതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥ എന്നുള്ളതാണ്. പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയാണ് ഇന്ത്യൻ സംസ്കാരത്തിനുള്ളത് എന്നുള്ളതാണ് ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം. പാരമ്പര്യങ്ങളും ആചാരങ്ങളും കൊണ്ട് പരസ്പര ബന്ധിതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെത്. അതായത് പണ്ട് കാലം മുതൽക്കുള്ള ആ സംസ്കാരം തന്നെയാണ് തുടർന്ന് പോരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ മുൻപത്തെ സവിശേഷതകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പാരമ്പര്യവും ആചാരങ്ങളും കൊണ്ട് പരസ്പര ബന്ധിതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെത്. കുടുംബങ്ങൾ മുത്തച്ഛന്മാരോടും മാതാപിതാക്കളോടും മക്കളോടും പേരക്കുട്ടികളോടും എല്ലാം പരസ്പര ബന്ധിതമാണ്. അതായത് മുത്തച്ഛന്മാരിൽ നിന്നും കുട്ടികളിലേക്ക്, കുട്ടികളിൽ നിന്നും പേരക്കുട്ടികളിലേക്ക് എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ സംസ്കാരത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അവർ ഒരേ മൂല്യങ്ങളും ഒരേ പാരമ്പര്യവും സമ്പത്തും പങ്കുവയ്ക്കുന്നു. ഒരേ മൂല്യങ്ങൾ, ഒരേ പാരമ്പര്യങ്ങൾ അഥവാ മുത്തച്ഛന്മാർ ഉപയോഗിച്ചിട്ടുള്ള ആ സംസ്കാര രീതി അല്ലെങ്കിൽ ആ ജീവിത രീതി അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ രീതി, അങ്ങനത്തെ കാര്യങ്ങളാണ് തുടർന്ന് എന്ത് ചെയ്യുന്നത് മറ്റു മക്കളിലേക്കൊക്കെ ട്രാൻസ്ഫോം ചെയ്തു വരുന്നത്. കുടുംബം തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുകയും അതിലൂടെ ജീവിതം തുടരുകയും ചെയ്യുന്നതായി ഇന്ത്യക്കാർ വിശ്വസിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമ്പന്നതയും വൈവിധ്യവും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. ഇന്ത്യയുടെ കലാ സാംസ്കാരിക സംഭാവനകൾ, ഭക്ഷണം, രുചി ഭേദങ്ങൾ, സാഹിത്യ കൃതികൾ എന്നിവയ്ക്ക് ലോക സംസ്കാരത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട്. ഓക്കെ, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്കാരമാണ്. വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരമാണ്. പല വസ്ത്രധാരണങ്ങൾ, പല ഭക്ഷണ രീതികൾ, പല സംസ്കാര രീതികൾ, പല പെരുമാറ്റ രീതികൾ, ഇങ്ങനെ എല്ലാം ഉൾച്ചേർന്നിട്ടുള്ള എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലോകത്തെ തന്നെ വലിയൊരു സംസ്കാരമാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമ്പന്നതയും വൈവിധ്യവും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണ്. ഇന്ത്യയുടെ കലാ സാംസ്കാരിക സംഭാവനകൾ, ഭക്ഷണം, രുചിഭേദങ്ങൾ, സാഹിത്യ കൃതികൾ എന്നിവയ്ക്ക്
ലോക സംസ്കാരത്തിൽ തന്നെ ഉന്നതമായ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എക്സാമിന് ഓറിയന്റഡ് ആയിട്ടും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള 7 സവിശേഷതകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ 7 സവിശേഷതകൾ എന്ന് പറയുന്നത്? നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, തുടർച്ചയും പരിവർത്തനവും, റിലീജിയസ് പ്ലൂറലിസം മതബഹുലത, യൂണിവേഴ്സലിസം അഥവാ സാർവത്രികത, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ആത്മീയതയും ഭൗതികതയും, ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ് മാനവികതയും സഹിഷ്ണുതയും, ദെൻ അവസാനമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം പരസ്പര ബന്ധിതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥ. ഇത്രയുമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളായിട്ട് എടുത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നോക്കുന്നത് ഇന്ത്യൻ കൾച്ചർ എന്നുള്ളതാണ്. ഇന്ത്യൻ കൾച്ചറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. എന്താണ് ഇന്ത്യൻ കൾച്ചർ? ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 3 ഘട്ടങ്ങളാണ്. ഓക്കെ, ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട 3 ഘട്ടങ്ങളാണ്. ഏതൊക്കെയാണത്? ഒന്ന്, പ്രാചീന കാലഘട്ടം അഥവാ ആൻഷ്യന്റ് എറ എന്ന് പറയും. 2, മധ്യകാലം അഥവാ മിഡീവൽ എറ എന്ന് പറയും. 3, ആധുനിക കാലം അഥവാ മോഡേൺ എറ. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, കൾച്ചറലി ആയിട്ടുള്ള ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രാചീന കാലഘട്ടം ആൻഷ്യന്റ് എറ, 2 മധ്യകാലഘട്ടം മിഡീവൽ എറ, 3 ആധുനിക കാലഘട്ടം മോഡേൺ എറ. ഈ ഓരോ എറയിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഈ ഒരു ഗാന്ധിയൻ സ്റ്റഡീസ് ഗാന്ധിയൻ സ്റ്റഡീസ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സുകളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സുകളെയാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആൻഷ്യന്റ് എറയിൽ നമ്മൾ നോക്കുന്ന പ്രധാന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? വേദകാല സംസ്കാരം അഥവാ വേദിക് കൾച്ചർ എന്ന് പറയും. ഉപനിഷത്തുകൾ, ഉപനിഷത്ത് എന്ന് പറയും ഇംഗ്ലീഷില്, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത. മറ്റൊരു പോയിന്റ്സ് ആണ് മതവും സമൂഹവും, സൊസൈറ്റി ആൻഡ് റിലീജിയൻ. ദെൻ ചാർവാകം അഥവാ ലോകായതം എന്നുള്ളതാണ്. ചാർവാകം അല്ലെങ്കിൽ ലോകായതം അഥവാ ചാർവാക ഫിലോസഫി എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ആദർശം തന്നെയാണ് ഫിലോസഫി, ചാർവാക ഫിലോസഫി. മതവികാസങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ഡെവലപ്മെന്റ് എന്നതാണ്. ഈ മതവികാസങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ഡെവലപ്മെന്റിൽ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതവികാസങ്ങൾ എന്ന് പറയുന്നത് ജൈനമതം, ബുദ്ധമതം. ആ ബുദ്ധമതത്തിൽ വരുന്ന അശോക ചക്രവർത്തി. ഇത്രയും പോയിന്റ്സുകളാണ് പ്രാചീന കാലഘട്ടം അല്ലെങ്കിൽ ആൻഷ്യന്റ് എറ എന്നുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പോയിന്റ്സ്? വേദകാല സംസ്കാരം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, മതവും സമൂഹവും, ചാർവാകം അഥവാ ലോകായതം, മതവികാസം, അതിൽ ജൈനമതം, ബുദ്ധമതം, ആ ബുദ്ധമതത്തിലെ അശോക ചക്രവർത്തി. ഇത്രയും പോയിന്റ്സുകളാണ് ഈ ഒരു എറയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് സമ്മപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. വരുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് മധ്യകാലം അഥവാ മിഡീവൽ എറ എന്നുള്ളത്. ഈ മിഡീവൽ എറയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റ്സുകൾ എന്ന് പറയുന്നത് സൂഫി പ്രസ്ഥാനം, സൂഫിസം എന്ന് പറയും. 2, ഭക്തി പ്രസ്ഥാനം, ഭക്തി മൂവ്മെന്റ് എന്ന് പറയും. 3, സിഖ് മതം അഥവാ സിഖിസം. ഏതൊക്കെയാണ് അതെന്ന് പറയുന്നത്? സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, സിഖിസം. സൂഫിസം, ഭക്തി മൂവ്മെന്റ് ആൻഡ് സിഖിസം. ഇനി മൂന്നാമത്തെ എറയാണ് ഏതെന്ന് പറയുന്നത് ആധുനിക കാലം അഥവാ മോഡേൺ എറ. ഈ മോഡേൺ എറയിൽ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട 2 പോയിന്റ്സുകളാണ് സാമൂഹിക സാഹചര്യം എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസ് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് റാംമോഹൻ റോയ്, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ എംബോഡിമെന്റ് എന്നുള്ള രീതിയിലും കൂടി അറിയപ്പെടുന്നു. ഇന്ത്യൻ കൾച്ചറിന്റെ, ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജിന്റെ മൂർത്തിമത് ഭാവം എന്നുള്ളതാണ്. എംബോഡിമെന്റ്സ് എന്നുള്ളതിന്റെ മലയാള വേർഡ് എന്ന് പറയുന്നത് മൂർത്തിമത് ഭാവം. എന്താണ് എംബോഡിമെന്റ്സ് എന്ന് പറയുന്ന മലയാള വേർഡ്? മൂർത്തിമത് ഭാവം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എടുത്ത് പഠിക്കാൻ പോകുന്നത്? 3 ഘട്ടങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ആൻഷ്യന്റ് എറ, മിഡീവൽ എറ, മോഡേൺ എറ. ആൻഷ്യന്റ് എറയിൽ നോക്കുന്ന പോയിന്റ്സ് വേദകാല സംസ്കാരം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, മതവും സമൂഹവും, ചാർവാകം അല്ലെങ്കിൽ ലോകായതം, ചാർവാക ഫിലോസഫി. മതവികാസങ്ങളിൽ വരുന്ന ജൈനമതം, ബുദ്ധമതം. ഓക്കെ, പിന്നെ മിഡീവൽ എറയിൽ നോക്കുന്നത് സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, സിഖ് മതം. പിന്നെ ആധുനിക കാലഘട്ടത്തിൽ നോക്കുന്ന സാമൂഹിക സാഹചര്യം, സാമൂഹിക പരിഷ്കർത്താക്കൾ, അതിൽ റാംമോഹൻ റോയ്, മഹാത്മാഗാന്ധി ആസ് എംബോഡിമെന്റ് അല്ലെങ്കിൽ
ഇന്ത്യൻ സംസ്കാരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മൂർത്തിമത്ഭാവം അല്ലെ, മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന്റെ മൂർത്തിമത്ഭാവം എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇത്രയും പോയിന്റ്സുകളാണ്. ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നോട്ടൊക്കെ ആക്കി കയ്യിൽ വെക്കുക. ഒരൊറ്റ ഫയലായിട്ട് വേണം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ മുഴുവനായിട്ടും എല്ലാവരും അയക്കേണ്ടത്. പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ വർക്കുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ചെറിയ വർക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പിന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. അത് വരുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ നോട്ട് ചെയ്ത് പറയുന്നതാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്നുള്ളതാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുന്ന 7 സവിശേഷതകളാണ്. ഈ 7 സവിശേഷതകൾ നോട്ട് ചെയ്തുകൊണ്ട് എക്സ്പ്ലനേറ്റീവ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് നിർബന്ധമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക, മറ്റ് അധ്യാപകർ പറയുന്ന വർക്കുകൾ പരമാവധി കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.